ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂബ്സ് വേൾഡ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഇടുക്കി കാഴ്ചകളുടെ വീഡിയോയിൽ എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലേക്ക് പോകുന്ന വഴിക്ക് കാണുന്ന കുറച്ച് കാഴ്ചകളുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അതിൽ ആദ്യത്തെ ആയിരുന്നു മലങ്കര ഡാം. തൊടുപുഴ ടൗണിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൊടുപുഴ ആറിന് കുറുകെയായിട്ടാണ് മലങ്കര ഡാം. ഈ ഏരിയ ഇപ്പോൾ നല്ലൊരു ടൂറിസം സ്പോട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ബോർഡ് കാണാം. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെയും KCBയുടെയും കീഴിലാണ് ഈ മലങ്കര ഡാം. ഈ കാണുന്ന മെയിൻ ഗേറ്റിൽ കൂടി പബ്ലിക്കിന് പക്ഷേ എൻട്രൻസ് ഇല്ല. പക്ഷേ ഡാമിൻ്റെ സ്പിൽവേയും റിസർവോയറും ഒക്കെ ഏകദേശം അടുത്ത് നിന്ന് തന്നെ നമുക്ക് കാണാനുള്ള സൗകര്യമുണ്ട്. മെയിനായിട്ട് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ ചെറിയൊരു പവർ സ്റ്റേഷൻ കൂടിയുണ്ട്. 6 സ്പിൽവേ ആണ് ഈ ഡാമിനുള്ളത്. മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ജനറേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന വെള്ളമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ മിക്ക സമയത്ത് ഇതിൻ്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നതായിട്ട് കാണാം. അപ്പം നമ്മൾ കണ്ടപ്പോൾ 2 എണ്ണമായിരുന്നു തുറന്നിരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചെറിയ പവർ ഹൗസ്. ഇവിടുത്തെ റിസർവോയറിൻ്റെ ഏരിയ ടോട്ടൽ 11 സ്ക്വയർ കിലോമീറ്ററാണ്. ഇവിടുത്തെ ഈ റിസർവോയറിൽ ബോട്ടിങ്ങും അതുപോലെ തന്നെ സ്വിമ്മിങ്ങും ഒക്കെ പെർമിറ്റഡ് ആണ്. പക്ഷേ ഇവിടെ അപകട മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് ഈ ഡാം എപ്പോഴും തുറന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസം ഈ ഏരിയയിൽ നന്നായിട്ട് ഡെവലപ്പായി വരുന്നുണ്ട്. ഇതിനടുത്തായിട്ട് തന്നെ ഒരു 15 ഏക്കറിൽ ചിൽഡ്രൻസ് പാർക്കും വാക്ക് വേയും ഒക്കെ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ റൈഡ്സ് ഒക്കെ അവിടെ ഉണ്ട്. പാർക്കിലേക്കുള്ള എൻട്രി ടിക്കറ്റ് വെച്ച് തന്നെ ഡാമിലേക്കും എൻട്രി കിട്ടും എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അങ്ങനെ മലങ്കര ഡാമിന് ശേഷം നമുക്ക് അടുത്തത് കാണാനുള്ളത് നാടുകാണി പവലിയനാണ്. മലങ്കര ഡാമിന് ഏകദേശം ഒരു 30 കിലോമീറ്ററിൽ താഴെ ദൂരമാണ് നാടുകാണി പവലിയനിലേക്ക്. ഇടുക്കി ഡാം എത്തുന്നതിന് ഏകദേശം ഒരു 25 കിലോമീറ്റർ മുമ്പായിട്ട് നമുക്ക് ഈ നാടുകാണി പവലിയൻ്റെ ആർച്ച് കാണാം. അപ്പോൾ ഈ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ നമുക്ക് ഉള്ളിലേക്ക് പോകണം. നാടുകാണി പവലിയൻ ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിൻ്റെ അകത്താണ്. അങ്ങോട്ട് കയറാനായിട്ട് നമുക്ക് പാസ് എടുക്കണം. അപ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടർ കാണാം. അഡൾട്ട്സിന് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴാണ് ഈ വ്യൂ പോയിൻ്റ് ഉള്ളത്. ഈ പവലിയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കാണുന്ന 2 നില ബിൽഡിംഗ് ആണ്. ഈ നാടുകാണി പവലിയൻ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ താഴെയുള്ള ആ ഏരിയ മൊത്തം കാണാനുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ്. സീ ലെവലിൽ നിന്ന് ഏകദേശം ഒരു 3000-ഓളം അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ. വെയിൽ മങ്ങിയ സമയമായതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റുണ്ട്. മൂലമറ്റം പവർ ഹൗസിൻ്റെ സ്വിച്ച് യാർഡും അതിൻ്റെ ചുറ്റുമുള്ള ഏരിയയൊക്കെ നന്നായിട്ട് ഇവിടെ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ മൂവാറ്റുപുഴ ആറിൻ്റെയും മലങ്കര ഡാമിൻ്റെ റിസർവോയറിൻ്റെയൊക്കെ ഒരു ബേർഡ്സ് ഐ വ്യൂ ഇവിടെ നല്ല കിട്ടും. ഇടുക്കി ഡാമിലേക്കൊക്കെ പോകുന്ന വഴിക്ക് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണിത്. പിന്നെ ഇത് അത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഏരിയ ഒന്നും അല്ല. ചിൽഡ്രൻസ് പ്ലേ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. പക്ഷേ അതൊന്നും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഇവിടെ ഞങ്ങൾ നിന്ന സമയത്ത് തന്നെ ഈ ചെടികളുടെ ഇടയിൽ കൂടി പാമ്പൊക്കെ എഴയുന്നത് കണ്ടു. പിന്നെ ഇവിടെ ഉള്ളത് തീരെ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരു 2 നില ബിൽഡിംഗ് ആണ്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതിൻ്റെ ടോപ്പ് ഫ്ലോറിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ എവിടെ ഇരുന്ന് വ്യൂ കാണാനായിട്ട് കുറച്ച് ബെഞ്ചുകളൊക്കെ ഉണ്ട്. ഇതല്ലാതെ ഇതിൻ്റെ അകത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഇവിടെ കുറച്ചുകൂടി വല്ല ഡെവലപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ വല്ല കോഫി ഷോപ്സോ അല്ലെങ്കിൽ വല്ല സ്റ്റോൾസോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ രീതിയിൽ ഇങ്ങനെ കുറച്ചുകൂടി ടൂറിസം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ നാടുകാണി പവലിയൻ കണ്ടു കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് നമ്മൾ പോകുന്നത് കുളമാവ് ഡാം വഴിയാണ്. കുളമാവ് ഡാമിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു.
ഇടുക്കി പ്രോജക്റ്റിൽ 3 ഡാമുകളാണ് വരുന്നത്. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, പിന്നെ കുളമാവ് ഡാം. ഇടുക്കി ആർച്ച് ഡാമിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് വരും ഈ കുളമാവ് ഡാം. ഇടുക്കി ഡാമിന് 23 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഇങ്ങോട്ട്. അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ ഈ ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. സീ ലെവലിൽ നിന്ന് 2415 അടിയാണ് ഡാമിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്നത്. 3 ഡാമുകൾക്കും കൂടി ഒരു സിംഗിൾ റിസർവോയറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. കുളമാവ് ഡാമിലുള്ള പെൻസ്റ്റോക്സിൽ കൂടിയാണ് ഈ വെള്ളം മൂലമറ്റത്തുള്ള അണ്ടർഗ്രൗണ്ട് പവർ ഹൗസിലേക്ക് ചെല്ലുന്നത്. ഡാമിൻ്റെ മുകളിലൊന്നും വണ്ടി നിർത്താനുള്ള പെർമിഷൻ ഇല്ല. പക്ഷേ ഡാം ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വണ്ടികൾ നിർത്താനുള്ള സൗകര്യമുണ്ട്. ചെറിയ ചെറിയ കടകളുണ്ട് നമുക്ക് റിഫ്രഷ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇടുക്കിയിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇടുക്കിയിലെ കുറച്ച് കാഴ്ചകൾ, അതായത് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും ഇടുക്കി ഡാം ബോട്ടിങ്ങും അഡ്വഞ്ചർ പാർക്കും എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. അടുത്ത വീഡിയോയിൽ ഇടുക്കിയിലെ ബാക്കി കാഴ്ചകൾ കൂടി കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്